ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജുവാൻ ആൻഡ് ലിയാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവൻട്രി ഒരു ട്രിപ്പ് പോവുകയാണ്. അത് എൻ്റെ ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു 4.5 hours ട്രാവൽ ചെയ്യണം. ഞങ്ങളവിടെ ഒരു നൈറ്റ് ടൈമിലെത്തി. കിടന്നാൽ പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു ഷോപ്പുണ്ട്, അമ്മ എന്ന പേര്, അമ്മാസ് കിച്ചൺ. അപ്പം അവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾക്ക് 7 pound നമ്മളവിടെ പേ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് വെച്ചാൽ മസാല ദോശ കിട്ടും, സാധാ പ്ലെയിൻ ദോശ കിട്ടും, പിന്നെ കേസരി, പൊങ്കൽ, അങ്ങനെ കുറേ ഒരു തമിഴ് ആൾക്കാരുടെ കടയാണത്. എന്തായാലും കുറേ നാൾ കൂടി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ വടയുടെ കാര്യം പറയണ്ട, വട നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ സിറ്റി സെൻറ്ററിൽ പോയി. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ അങ്ങനെ മാൾസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് കറങ്ങാൻ വിചാരിച്ചു. എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ ജുവാന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ജുവാൻ അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഡെവോൺ എന്ന് വെച്ചാൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ ഇന്ത്യൻസിനെ കാണാൻ പറ്റും അവിടെ ചെന്നതിന് ശേഷം. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ അങ്ങനെ ഇന്ത്യൻസ് കുറവാണ്, കൂടുതലും ഇംഗ്ലീഷുകാരാണ് ഉള്ളത്. കോവൻട്രി ചെന്നപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റികളുടെ കുറേ സ്റ്റുഡൻസും കുറേ ആൾക്കാരെ കാണാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അതുപോലെ ഫുഡ്സും നമ്മുടെ മലയാളി ഫുഡൊക്കെ കുറേ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അത് കാരണം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അവിടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പുറത്തേക്ക് ഇറങ്ങി. ആ മാളിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറേ നേരം ജുവാനൊക്കെ കളിച്ചു. അതിനുശേഷം അവിടെ ഒരു ഗെയിം സെൻറ്റർ, എനിക്ക് തോന്നുന്നു അത് ക്രിസ്മസിൻ്റെ ഇതായിട്ട് വന്നാന്ന് തോന്നുന്നു. ആ ഗെയിം സെൻറ്ററിൽ പോയി അവിടെ പോയിട്ടും കുറേ റൈഡ്സിലൊക്കെ കയറി. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ റൈഡ്സ് എല്ലാം. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു പള്ളിയിൽ പോയി. നല്ല വലിയ പള്ളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ അകത്ത് കയറി നമുക്ക് കുറേ സ്ഥലത്ത് റീച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ അവിടെയൊക്കെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈവനിങ് ആയപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു തട്ടുകട പോലെ സെറ്റപ്പ്. അവിടെ നമുക്ക് പഴംപൊരി, മുളക് ബജി, ചായ അതൊക്കെ വാങ്ങാമായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു.
അതിനുശേഷം നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിന് മുന്നേ ഡിന്നർ കഴിക്കാൻ വേണ്ടി കായൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും അട്രാക്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ആ കടയിൽ ആ സമയത്ത് ഞങ്ങൾ മാത്രം മലയാളീസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. മലയാളീസ് എന്നല്ല, ഇന്ത്യൻസ് ആയിട്ട്. ബാക്കി ഫുള്ള് ഫോറിനേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ മെന്യൂവിനകത്ത് ഓരോ ഡിഷിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അപ്പം, അങ്ങനെ കോഴി ഉലർത്തിയത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കാണാനുള്ള ആംബിയൻസും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ലക്കി ഭാസ്കർ. അടിപൊളിയായിരുന്നു. എന്തായാലും UK ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയും സൂപ്പറായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഡെമോണിലേക്ക് തന്നെ യാത്ര തിരിച്ചു. ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.